ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 37ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. അനുപമ 3 മാസത്തേക്ക് ഇത്രയും ദൂരേക്ക് പോവുകയാണോ? ഇത്രയും കാലം അവളെ കാണാതിരിക്കാൻ തനിക്ക് കഴിയുമോ? എങ്കിലും ആ സങ്കടമൊന്നും അവൻ പുറമെ കാണിച്ചില്ല. ഇപ്പോൾ അവളുടെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. തൻ്റെ വേദനയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. കിരൺ തൽക്കാലത്തേക്ക് അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കിരണിന് തന്നോട് എന്താണ് പറയാനുള്ളതെന്ന ആകാംക്ഷയോടെ അനുപമ കാത്തിരുന്നു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞുപോയി. അനുപമ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി. അവർ തങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോവാൻ തയ്യാറായി. എന്നാൽ സമയം ഉച്ചയോടടുത്തിട്ടും ഹോസ്പിറ്റൽ ബില്ല് മാത്രം അവർക്ക് കിട്ടിയില്ല. നീലിമയും രാഹുലും അവളെ നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയിരുന്നു. നീലിമ ഹോസ്പിറ്റലിൻ്റെ ബില്ലിംഗ് സെക്ഷനിൽ പോയി അനുപമയുടെ ബില്ലിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. മാഡം, അനുപമയുടെ ഹോസ്പിറ്റൽ ബില്ല് 1,53,000 ഇവിടെ മോർണിംഗിൽ പേ ചെയ്ത് കഴിഞ്ഞതാണ്. കൗണ്ടറിലെ ലേഡി സ്റ്റാഫിൻ്റെ മറുപടി കേട്ടതും നീലിമ റൂമിലേക്ക് തന്നെ തിരിച്ചു നടന്നു. കിരൺ സാർ ആയിരിക്കും ബില്ലടച്ചിട്ടുണ്ടാവുക, അവൾ മനസ്സിലോർത്തു. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇതേ സമയം കിരൺ ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും അവനെ ഗായത്രി പിന്നിൽ നിന്നും വിളിച്ചു. മോനെ കിരൺ, ആ പെൺകൊച്ച് ഇന്നല്ലേ ഡിസ്ചാർജായി പോവാണെന്ന് പറഞ്ഞത്? നീ അങ്ങോട്ടേക്കാണോ പോണത്? അവരുടെ ചോദ്യം കേട്ടതും കിരൺ ചെറുതായൊന്ന് മൂളി. അവൻ തിരികെ ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നു. മമ്മയൊന്ന് ഇവിടെ ഇരിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മമ്മയോട് സംസാരിക്കാനുണ്ട്. അവൻ ഗായത്രിയുടെ അരികിലെ സോഫയിലിരുത്തി. മമ്മയ്ക്കറിയില്ലേ, എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എന്തുമാത്രം സങ്കടമായിരുന്നു അന്നെൻ്റെ മനസ്സിൽ. ഞാനും ലക്ഷ്മിയും ഒരുപാട് കരഞ്ഞു. പക്ഷേ ആ സങ്കടം എനിക്ക് കുറഞ്ഞു വരാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് മമ്മയ്ക്കറിയാവോ? മമ്മയെ പാപ്പ വിവാഹം കഴിച്ചതിന് ശേഷം. അതിനുശേഷം എൻ്റെ അമ്മയെ തന്നെ ഞാൻ മമ്മയിലൂടെ കാണുന്നത്. എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, മമ്മ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. എൻ്റെ ആഗ്രഹങ്ങൾ മമ്മ നടത്തി തരണം. അവൻ സംസാരമൊന്ന് നിർത്തി ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കി. ശേഷം വീണ്ടും പറഞ്ഞു, മമ്മ, എനിക്ക് അനുപമയെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് കിരണിൻ്റെ വാക്കുകൾ കേട്ട ഗായത്രി ഞെട്ടിത്തരിച്ചുപോയി. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നതുപോലെ ഗായത്രിക്ക് തോന്നി. ആ സ്ത്രീയുടെ ഹൃദയം പ്രകമ്പനം കൊണ്ടു. ഇക്കാലം അത്രയും കെട്ടിപ്പടുത്തുയർത്തിയ മനക്കോട്ടകൾ തകർന്നടിയാൻ പോവുകയാണ്. അവർ തൽക്കാലം ഒന്നും പറയാതെ പെട്ടെന്ന് അവിടെ നിന്നും മാറിപ്പോയി. തൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന മമ്മയ്ക്ക് അനുപമയെ മരുമകളായി അക്സെപ്റ്റ് ചെയ്യുവാൻ അല്പസമയം വേണ്ടി വരുമെന്ന് കിരണിന് തോന്നി. ഗായത്രിയുടെ മനസ്സിലിരിപ്പോ ഉള്ളിലെ കുബുദ്ധിയോ ഒന്നും അപ്പോൾ അവന് മനസ്സിലായില്ല. അവൻ തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അനുപമയോട് അറിയിക്കാനായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അനു, ഇറങ്ങാം മോളെ, ആലീസ് അവളോടായി പറഞ്ഞു. ആൻറ്റി, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം റെഡിയായോ? അവൾ സംശയത്തോടെ ആലീസിനെ നോക്കി. ഇവിടെ എല്ലാം റെഡിയാണ് മോളെ. നമ്മുടെ സാധനങ്ങളെല്ലാം താഴെ എത്തി. നമുക്ക് പോവാനുള്ള വണ്ടി വിളിച്ചു. കിരൺ സാറ് ഇവിടുത്തെ ബില്ലടച്ചു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. കനകയും നീലിമയും രാഹുലും താഴെ നിൽപ്പുണ്ട്. സാധനങ്ങളെല്ലാം താഴെ വച്ച ശേഷം ഞാൻ നിന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. വന്നേ, നമുക്ക് ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങാം. ആലീസ് കട്ടിലിൽ നിന്നും അനുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആൻറ്റി, കിരൺ സാർ താഴെയുണ്ടോ? അവൾ പെട്ടെന്ന് ആലീസിനോടായി ചോദിച്ചു. ഇല്ല മോളെ, സാർ ഇന്നിവിടേക്ക് വന്നിട്ടില്ല. അദ്ദേഹം ബില്ല് ഓൺലൈനായിട്ടാണ് പേ ചെയ്തിരിക്കുന്നത്. അനുവിൻ്റെ മുഖത്ത് നേരിയ നിരാശ നിറഞ്ഞു. സാർ എന്നോട് ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സാറിന് എന്നോട് എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷേ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാശിനെക്കുറിച്ചാണോ അതിനെക്കുറിച്ചാണോ അദ്ദേഹം പറയാൻ വന്നത്? അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അനു, താൻ എന്തൊക്കെയാ പറയുന്നത്? അദ്ദേഹം അങ്ങനെ വല്ലതും പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാ. അദ്ദേഹത്തിന് നിന്നോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്.
നീ ICUവിലുള്ള സമയത്ത് ആ കണ്ണിൽ ഞാൻ ആ വേദന കണ്ടിട്ടുണ്ട്. ആത്മാർത്ഥ സ്നേഹമുള്ള ഒരാളിനെ അങ്ങനെ വേദനിക്കാൻ കഴിയൂ? ആലീസിൻ്റെ വാക്കുകൾ കേട്ട അനുപമ എന്തു പറയണമെന്നറിയാതെ അവരുടെ മുഖത്തേക്ക് നോക്കി. ആൻറ്റി എന്തൊക്കെയാ പറയുന്നത്? അതൊന്നുമല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൾ വിഷാദഭാവത്തോടെ നിലത്തേക്ക് നോക്കി നിന്നു. മോളെ അനു, നീ എൻ്റെ മോള് തന്നെ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ആൻറ്റി പറയുന്നത്. കിരൺ നിന്നോട് ഞാൻ പറഞ്ഞ പോലെയാണ് പറയുന്നതെങ്കിൽ നീ അവനോട് സമ്മതം പറയണം മോളെ. ഞങ്ങൾ കുറേ അനാഥർക്ക് വേണ്ടി നീ നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. പെട്ടെന്ന് പുറത്ത് വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം അവർ രണ്ടുപേരും കേട്ടു. ആലീസ് ചെന്ന് വാതിൽ പതിയെ തുറന്നു നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന കിരണിനെ കണ്ടതും അനുപമയുടെ കണ്ണിൽ പൂത്തിരി കത്തി തെളിഞ്ഞു. ആലീസ് പുഞ്ചിരിയോടെ അവനെ അകത്തേക്ക് വിളിച്ചു. കയറി വാ മോനെ, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ആൻറ്റി പുറത്ത് കാത്തിരിക്കാം, നിങ്ങൾ സംസാരിക്കൂ. ആലീസ് കിരണിനോടായി പറഞ്ഞുകൊണ്ട് അനുപമയുടെ ടേബിളിൽ വച്ച ചെറിയ ബാഗും എടുത്ത് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. താൻ എന്താടോ എന്നെ ഒന്ന് വിളിക്കാതിരുന്നത്? പോവാനിറങ്ങുമ്പോൾ നീ എന്നെ വിളിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവൻ പരിഭവത്തോടെ പറഞ്ഞു. ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സാറ് വരുമെന്നെന്നോട് വാക്ക് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ഞാൻ വിളിച്ചില്ലെങ്കിലും സാറ് വരുമെന്ന് എനിക്കറിയായിരുന്നു. അനുപമ പറയുന്നത് കേട്ട കിരൺ അത്ഭുതത്തോടെ അവളെ നോക്കി. സാറിന് എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. കിരണിനെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. അനു, ഒരു വഴക്കിലൂടെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. വീണ്ടും ഒരു വഴക്കിലൂടെയാണ് നമ്മൾ അറിഞ്ഞത്. പിന്നീട് നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നമുക്കിടയിൽ ഇതുവരെ സ്നേഹപ്രകടനങ്ങളോ സമാധാനിപ്പിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിനക്ക് അന്ന് അപകടം പറ്റിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്. നിന്റെ പിണക്കങ്ങളില്ലാതെ, നിന്റെ കുസൃതികളില്ലാതെ ഇനി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. അനു, എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. റിയലി ഐ ലവ് യു. കിരൺ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണ മോതിരമെടുത്ത് അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം കിരൺ അനുപമയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അനുപമയുടെ മനസ്സിലേക്ക് പെട്ടെന്നോടിയെത്തിയത് തൻ്റെ അമ്മയ്ക്കൊപ്പം അനാഥാലയത്തിലുള്ള 50ഓളം വരുന്ന പാവങ്ങളുടെ മുഖമാണ്. അവരെക്കുറിച്ച് ഓർക്കാതെ തനിക്കൊരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കാനാകുമോ? അവളുടെ മറുപടി എന്തായിരിക്കും? കാത്തിരുന്നു കാണാം. ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.